ഹായ് ഫ്രണ്ട്സ്, രണ്ടോ അതിലധികമോ SSC എക്സാമിനേഷൻ്റെ കട്ട് ഓഫിന് അടുത്ത് വരെ മാർക്ക് എത്തിയിട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് ഒരു CGL എക്സാമിനേഷൻ എഴുതി. അതിൻ്റെ കട്ട് ഓഫിൻ്റെ 2 മാർക്കിന് ബാക്കിലായിരുന്നു. അതായത് കട്ട് ഓഫിൻ്റെ 2 മാർക്ക് പിറകിലായിരുന്നു. കട്ട് ഓഫ് ക്ലിയർ ചെയ്തില്ല. അദ്ദേഹത്തിന് CGL എക്സാം ആ വർഷം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഹി വാസ് വെരി ഹാപ്പി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് പിറകിലാണ് അദ്ദേഹം ഉള്ളത്. തൊട്ടടുത്ത CGL എക്സാമിനേഷൻ എന്തായാലും ഏറ്റവും ടോപ്പറായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ അടുത്ത CGL എക്സാം എഴുതി കേരളത്തിലെ ഏറ്റവും ടോപ്പറായിട്ട് തന്നെ അദ്ദേഹം കടന്നു വന്നു. ഡെഫിനറ്റ്ലി എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതായത് ഒരു എക്സാമിനോ 10-15, അതായത് Tier 1 ഒരു 5-6 മാർക്ക് ബാക്കിലും Tier 2 ഒരു 10-15 മാർക്ക് പിറകിലാണെങ്കിൽ തൊട്ടടുത്ത CGL എക്സാമിനേഷന് നിർബന്ധമായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കണം. ആൻഡ് അത് ടോപ്പ് മാർക്കോട് കൂടിയായിരിക്കണം. ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളെ പ്രിപ്പറേഷന് അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രാറ്റജിക്ക് പല പോരായ്മകളുണ്ടെന്നാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് അതായത് ഒരു എക്സാമിനേഷൻ നിങ്ങൾ തൊട്ടടുത്ത് കട്ട് ഓഫിൻ്റെ തൊട്ടടുത്ത് മാർക്ക് എത്തി, പക്ഷേ തൊട്ടടുത്ത എക്സാമിനേഷനും ആ എക്സാമിനേഷൻ നിങ്ങൾ കട്ട് ഓഫ് കിടക്കുന്നില്ല. തൊട്ടടുത്ത എക്സാമിനേഷൻ നിങ്ങൾ കട്ട് ഓഫ് കിടക്കുന്നില്ലെങ്കിൽ അത് മെജോറിറ്റി 2 കാരണങ്ങൾ കൊണ്ടാവാം. ഒന്ന്, നിങ്ങൾ ആദ്യത്തെ എക്സാമിന് ചിലപ്പോൾ 1-2 വർഷം പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ആദ്യത്തെ എക്സാം എഴുതുന്നത്. ആദ്യത്തെ എക്സാമിന് നിങ്ങൾ കട്ട് ഓഫ് കിടക്കുന്നില്ല. അതിൻ്റെ ഒരു മൂഡ് ഓഫിൽ, അതിൻ്റെ ഒരു ഡെസ്പിൽ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഭൂരിപക്ഷ ആൾക്കാരും ചിന്തിക്കുന്ന കാര്യം 4 പോർഷൻസ് ആണ് എക്സാമിനുള്ളത്. CGL എക്സാമാണ് 4 എണ്ണമുള്ളത്: QAR, ഇംഗ്ലീഷ് ആൻഡ് GK. ഇതിൽ 3 എണ്ണത്തിലെങ്കിലും നിങ്ങൾ ചിലപ്പം സ്ട്രോങ് ആയിരിക്കും. നിങ്ങളെ ഇപ്പോൾ സപ്പോസ് കട്ട് ഓഫ് 320 ആണ്, നിങ്ങൾക്കൊരു 310 മാർക്കുണ്ട് അല്ലെങ്കിൽ 305 മാർക്കുണ്ട്. ആ 305 മാർക്കിലേക്ക് നിങ്ങളെ എത്തിച്ചത് ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണമായിരിക്കാം. എന്നാൽ ആ ഒരു സെക്ഷൻ ചിലപ്പോൾ GK ആയിരിക്കാം, ചിലപ്പോൾ QA ആയിരിക്കാം, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം. ആ ഒരു സെക്ഷൻ നിങ്ങൾ വീക്ക് ആയതുകൊണ്ടാവാം നിങ്ങൾ ആ വർഷം കട്ട് ഓഫ് കടക്കാത്തത്. സോ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി മുന്നോട്ടുള്ള കുറേ മാസങ്ങളിൽ നിങ്ങൾ ആ വീക്ക് ഏരിയ, കാരണം ഒരു CGL എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നിട്ട് തൊട്ടടുത്ത CGL എക്സാമിനേഷനേക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 6 മാസത്തെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇനി മുന്നോട്ടുള്ള അതിലൊരു മാസം നിങ്ങൾക്ക് ചിലപ്പം ഡെസ്പ് അടിച്ചിട്ട് അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയിട്ട് നിങ്ങൾ ചിലപ്പം പ്രിപ്പറേഷനൊക്കെ നിർത്തിയിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ കൂടുതൽ സമയം നിങ്ങൾ ഏതാണോ ആ വീക്ക് ഏരിയ, അതായത് നിങ്ങളെ ഏത് പോർഷനാണോ അല്ലെങ്കിൽ ഏതൊരു ഏരിയ ആണോ നിങ്ങളെ കട്ട് ഓഫ് കടക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തത്, ആ ഏരിയയിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. മറ്റ് 3 ഏരിയകൾ, അതായത് നിങ്ങളെ 320 കട്ട് ഓഫ് ആണെങ്കിൽ നിങ്ങളൊരു 305 എത്തിച്ച 3 ഏരിയകളുണ്ട്. ആ 3 ഏരിയകളിലേക്ക് നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യാതിരിക്കും. അപ്പോൾ നിങ്ങളൊരു 2-3 മാസം നിങ്ങൾക്ക് വീക്ക് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. വീക്ക് ഏരിയ നിങ്ങൾ സ്ട്രോങ് ആവും. പക്ഷേ നിങ്ങളെ ആ 305 മാർക്കിലേക്ക് അല്ലെങ്കിൽ 310 മാർക്കിലേക്ക് എത്തിച്ച, നിങ്ങളെ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിച്ച ആ 3 ഏരിയ നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോകും. സോ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം നിങ്ങൾ QA അല്ലെങ്കിൽ അതൊരു കൃത്യമായ അപ്രോച്ചിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ 3 പോർഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ വർഷത്തെ CGL എക്സാമിനേഷൻ്റെ ഏറ്റവും ടോപ്പേഴ്സ്, കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ട് വന്ന 2-3 ആൾക്കാരും ഓൾറെഡി വർക്കിംഗ് ആണ്. ഓൾറെഡി തൊട്ട് മുന്നത്തെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ വർഷത്തെ CGL എക്സാം 2025 CGL എക്സാമിനേഷന് കേരളത്തിൽ ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇവരെക്കാളും മാർക്ക് കൂടിയ പല ആൾക്കാരും ഈ വർഷവും എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്. ഈ വർഷം എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിലും അവർ Tier 2 അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു നോർമൽ ലോജിക്ക് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം എക്സാം ക്ലിയർ ചെയ്ത ആൾക്കാരാണ്, കഴിഞ്ഞ വർഷം അവർ നല്ല ലെവലിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്, നല്ല ലെവലിൽ വന്ന ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി അതിനേക്കാളും മാർക്ക് അവർക്ക് ഈ വർഷം കിട്ടണം. പക്ഷേ ഈ വർഷം അവർ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം അവർക്ക് അവിടെ കൺസിസ്റ്റൻസി നഷ്ടമായി. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു 3-4 മാസം അവരെന്തായി, അവർ ഫ്രീ ആയിട്ട് വിട്ടു. ആ കൺസിസ്റ്റൻസി ഇല്ല. പിന്നീടുള്ള ലാസ്റ്റ് 1-2 മാസം മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ ഇതിൽ ബാക്കോട്ടും പോയി. എന്നാൽ ജോലി കിട്ടിയ ഉടനെ തന്നെ അടുത്ത CGL എക്സാമിനേഷൻ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്ത, നല്ല രീതിയിൽ ഒരു 6 മാസം പ്രിപ്പയർ ചെയ്ത ആൾക്കാർ ഈ വർഷം കേരളത്തിലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ടുള്ള 2-3 ആൾക്കാർ കഴിഞ്ഞ വർഷം ജോലി കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത്. ഒന്ന്, കൺസിസ്റ്റൻസി. ഡെഫിനറ്റ്ലി നമ്മൾ വീക്കായിട്ടുള്ള ഏരിയ നമ്മൾ സ്ട്രോങ് ആക്കണം. അതിന് നമ്മൾ കൂടുതൽ ടൈം കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള ഏരിയകളിൽ നമ്മൾ ടൈം കുറയ്ക്കുക എന്നല്ലാതെ മറ്റുള്ള ഏരിയകൾ നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുപോകരുത്. അപ്പം നിങ്ങൾ GK ആണ് വീക്കെങ്കിൽ QAR ഇംഗ്ലീഷ്. QAക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ദിവസം 3 മണിക്കൂർ കൊടുത്തേ പറ്റൂ. എന്തൊക്കെ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നവർ, നിങ്ങൾക്ക് ഡ്രീം ആയിട്ടുള്ള ജോലി കിട്ടുന്നതിൻ്റെ ആ എക്സാമിൻ്റെ തൊട്ട് തലേന്ന് വരെ നിങ്ങൾ QAക്ക് ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ, നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ 3 മണിക്കൂർ കൊടുത്തേ പറ്റും.
സോ QA ഇംഗ്ലീഷ് ഇത് നിങ്ങൾ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളെ ഒരു 305 എത്തിച്ചത്. GK ആണ് നിങ്ങളെ കട്ട് ഓഫ് കടക്കുന്നതിൽ നിന്നുള്ളത് റെസിസ്റ്റ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തതെങ്കിൽ, നിങ്ങൾ ആ GKക്ക് കുറച്ചുകൂടി അധികം സമയം കൊടുക്കുക എന്നല്ലാതെ മറ്റതിന് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഫുള്ളി GKക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു ടോട്ടൽ ഒരു 10 hours നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 6 hours നിങ്ങൾ ബാക്കിയുള്ള 3 കൊടുത്തിട്ട് ഒരു 4 hours നിങ്ങൾ എന്തിനു വേണ്ടി കൊടുക്കുക? GKക്ക് കൊടുക്കുക. ഓൾറെഡി അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങളൊരു 2 hours GKക്ക് കൊടുത്തെങ്കിൽ ഇത് 4 hours കൊടുക്കുക. മറ്റ് 3 ഏരിയകൾ കുറയ്ക്കുക. സോ ഈ ഒരു തെറ്റ് പലരും ചെയ്യുന്നതാണ്. കാരണം പിന്നീട് അങ്ങോട്ട് 2 മാസം ഫുള്ളി GKക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, GK നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. എന്നാൽ GK ആണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ബാക്കിയുള്ള 3 ഏരിയാസ് നമുക്ക് ആ 2 മാസം, നിങ്ങൾക്ക് തന്നെ അറിയാം, 2 മാസം നിങ്ങൾ ഒരു ഏരിയ, സപ്പോസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആവറേജ് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ 2 മാസം ടച്ച് ചെയ്യാണ്ടെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെരിഫറൽ ഏരിയയിൽ കൂടെ മാത്രമേ നിങ്ങൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ 2 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മറന്നുപോകും. ഡെഫിനറ്റ്ലി മറന്നുപോകും. നിങ്ങളുടെ സ്പീഡ് കുറയും, പല കാര്യങ്ങളും ബാക്കൗട്ട് ആവും. സോ ടോപ്പിക് വൈസ് ടെസ്റ്റ് എന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ SSC മെയിനായിട്ട് CGL എക്സാമിനേഷന് അല്ലെങ്കിൽ CHSL എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലെത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന 2 എക്സാംസാണ്. ഒന്ന് NTPC എക്സാംസും ഒന്ന് MTS, SSC MTS എക്സാം. ഒന്നാമത് NTPC എക്സാമിന് ഇംഗ്ലീഷില്ല, MTS എക്സാമിന് QA ക്വാളിഫയിങ് ആണ്. അപ്പോൾ MTS എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ഇനിയുള്ളൊരു 2 മാസം നിങ്ങൾ MTS എക്സാമിന് പഠിക്കും. MTS എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ GKക്കും ഇംഗ്ലീഷിനും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യും. QA പാടെ തഴയും. അപ്പോൾ നിങ്ങളൊരു 2 മാസം കൊണ്ട് നിങ്ങളെ QA അങ്ങോട്ട് പോകും. അടുത്തത് RRB NTPC നോട്ടിഫിക്കേഷൻ വരും. NTPC നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, ബാക്കി 3 ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പം ഇതും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് CGL എക്സാമിനേഷൻ വരും. അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. മാർച്ച് മാസം NTPC ഉണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് CGL എക്സാം വരുന്നത്. അപ്പോൾ ആ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നിങ്ങളൊരു സാച്ചുറേഷൻ ലെവൽ എത്തിയിട്ട് നിങ്ങൾക്കത് തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. സോ എക്സാമിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടൈമിംഗ് പ്രോപ്പർലി നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു എയിം എന്താണോ ആ എയിമിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. സോ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് CGLൻ്റെ അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് ഒരു വർഷം അതിൻ്റെ ഒരു കുറച്ച് മാർക്കിന് പിറകിൽ വന്ന ഒരാൾ നെക്സ്റ്റ് എക്സാമിന് ഡെഫിനറ്റ്ലി ലോജിക്ക് വെച്ചിട്ട് അവർ ക്ലിയർ ചെയ്യണം. അവർ ക്ലിയർ ചെയ്യാതിരിക്കാൻ മെയിനായിട്ടുള്ള 2 കാരണങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പം നിങ്ങൾ ഈ 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്ന് പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു വർഷം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ അടുത്ത വർഷം ഡെഫിനറ്റ്ലി നിങ്ങളൊരു വർഷം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നിങ്ങളെ മാർക്ക് അല്ലെങ്കിൽ സ്കോർ കൂടേണ്ടതാണ്. അപ്പം അത് നിങ്ങൾക്ക് കൂടിയില്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർ സ്ട്രാറ്റജീൻ്റെ അഭാവമാണ്. എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്.